തീവ്രം ചെയ്തൊരു 9 yearsന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഭീഷ്മപർവ്വം സംഭവിക്കുന്നത്. 9 വർഷം ഞാൻ ഒരു പടവും എനിക്ക് വന്നിട്ടില്ല. ആ ക്വിറ്റ് ചെയ്യാത്ത വിഭാഗത്തിൽ ആണ് ഞാൻ വിശ്വസിച്ച ദിവസമാണ് ആ ദിവസം. സാറ് ഇത്രയും എനിക്ക് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇവൻ കുറച്ച് ഉഡായിപ്പാണ് ഈ പോള്, പക്ഷെ ഇവനെ വിറ്റ കാശും കൊണ്ടാണ് ഇവളിരിക്കുന്നത്. എനിക്കൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഭംഗിയായി സൂക്ഷിച്ചൊരു രഹസ്യം, ഞാൻ അങ്ങനെ രഹസ്യം സൂക്ഷിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം സാറിന്റെ ഈ കോള് വന്നു. അതിലെനിക്ക് വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ആടിപ്പ് റിലീസായി, റിലീസാവുള്ളൂ. അണലിന്ന് പ്രൊമോഷൻ കിട്ടിയതാണ് ആടിലേക്ക്. അതെ അതെ, ചെറിയ ബാഹുബലി സെറ്റപ്പിലൊക്കെ പോയൊരു മൂടായിരുന്നു എനിക്ക്. വെബ് സീരീസ് ആണ്, 10 episodes ഉണ്ട്. അണലി കുറച്ച് ഡിഫറെന്റ് ആണ് എനിക്ക്. അത് എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു, റിവീൽ ചെയ്യാൻ പറ്റാത്ത. ഫൈനൽ പോസ്റ്റർ അതാണ്. നമുക്കുള്ള അപ്ഡേറ്റ്സ്. വെയിറ്റ് കൂട്ടണം, 2 മാസം ഗ്യാപ്പ് വരും, വെയിറ്റ് കുറയ്ക്കണം. 3 വയസ്സിലൊക്കെ ചാഞ്ചാടി. 3ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞു, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിള്ളേർ പറയും പുളു അടിക്കല് കേട്ടോ എന്നൊക്കെ പറയാനുണ്ട്. നീയോ, നിന്നെ സിനിമ എടുക്കാനോ? വീണ്ടും അഭിമാന പ്രശ്നം. എനിക്ക് ഡിപ്രഷനായി. പേർപ്പസ് ഉള്ള ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു പേർപ്പസ് ഇല്ലാത്ത ആൾക്കാർ ഞാൻ കട്ട് ഓഫ് ചെയ്യും. ചിന്തിക്കണ്ട, കല്യാണമായി എൻഗേജ്ഡ് ആയി അങ്ങനല്ല ഞാൻ പറയുന്നത്. ഞാൻ റിംഗ് ഊരി വെച്ച കല്ലല്ല. നമ്മൾ ട്രൈ ചെയ്യുക. ചിലപ്പോൾ പറ്റത്തില്ല, ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ ഇച്ചിരി പറ്റുള്ളൂ, ചിലപ്പോൾ നന്നായിട്ട് നമുക്ക് പറ്റുന്നിരിക്കും. എഡ്യൂക്കേഷൻ ഭയങ്കര പവർഫുൾ ആണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ ഒരു ആർട്ടായിട്ട് ഞാൻ കാണുക. ഫൈൻഡിങ് ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അമല റോസ് കുര്യൻ, നമ്മുടെ സ്വന്തം ആംറോ. വെൽക്കം ടു ദി ഷോ ആംറോ. ഭീഷ്മപർവ്വത്തിലെ സ്റ്റെഫി, അതാണ് എല്ലാവർക്കും ഒരു ഓർമ്മയുള്ള ഒരു ക്യാരക്ടർ. ഹൗ ഡിഡ് യു ലാൻഡ് ടു ദാറ്റ് റോൾ? ശരിക്കും പറഞ്ഞാൽ ഭീഷ്മ സ്റ്റെഫി എനിക്ക് ഭയങ്കര പെട്ടെന്ന് സംഭവിച്ച സംഭവമാണ്. ആക്ച്വലി ഞാൻ തീവ്രം ചെയ്തൊരു 9 yearsന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഭീഷ്മപർവ്വം സംഭവിക്കുന്നത്. ലൈക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് ഓഡീഷൻസ് ഒക്കെ കൊടുത്തു. ചിലതൊക്കെ ശരിയാവും, എനിക്ക് എൻഡ് ഓഫ് ദ ഡേ ഒന്നും വർക്കായില്ല. ചിലതൊക്കെ സെലക്റ്റഡ് ആവും, പിന്നീട് അത് നടക്കത്തില്ല. ചിലത് സെലക്ട് ആവത്തില്ല. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഊഹിക്കാമല്ലോ, ഡിപ്രസീവ് ഫേസസിൽ പോകുന്ന ഒരു ദിവസമാണ്. നഹാസ് ആൻഡ് ഷബാസ്, ഇപ്പം RDX I Am ഗെയിമിൻ്റെ ഒക്കെ ഡയറക്ടറാണ്, റൈറ്റർ. അപ്പം അവർ ആക്ച്വലി ഇവരുടെ നേരത്തെ ഒരു മൂവിയിൽ ഞാൻ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു, ആരവത്തിൻ്റെ. അപ്പോൾ എന്നെ അറിയാം, നമ്മുടെ നാട്ടിലുള്ളതാണ്. എനിക്ക് ഒരു ദിവസം എന്നെ ഷബാസിൻ്റെയും നഹാസിൻ്റെയും കോള് വരികയാണ്. എടാ അമലയല്ലേ? അതെ. ആടാ, ഒരു കാര്യം ഉണ്ടായിരുന്നു. അമൽ സാറിൻ്റെ അവിടെ ചിലപ്പോൾ ഒരു കോള് വരും കേട്ടോ. അമൽ നീരത് പ്രൊഡക്ഷൻസ് എന്ന്. എന്താ? അല്ല, ഞങ്ങൾ ആക്ച്വലി ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ വന്നു ഫ്രം ദേവദത്ത്. അപ്പം ഞങ്ങൾ നിൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. നിനക്കത് കറക്റ്റായിരിക്കും, നിൻ്റെ മീറ്റർ ഒരു ഡയലക്റ്റിൽ കറക്റ്റായിരിക്കും, ഡീറ്റെയിൽസ് അവർ പറയും കേട്ടോ എന്നാണ്. അപ്പോഴും ഞാൻ ഓർത്ത്, ഞാൻ ഈ 9 കൊല്ലവും ഇഷ്ടംപോലെ ഓഡീഷൻസ് ഒക്കെ പോയി. അപ്പോൾ എനിക്ക് അതിൽ അടുത്ത് വരണം എന്ന് മാത്രമേ. ഞാൻ അപ്പോഴത്തേക്ക് അങ്ങനെ സെറ്റായി. ഇനി സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ, ഞാനായിട്ട് ഇനി ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക്, ഞാൻ സ്ട്രഗിൾ ആണ് ആക്ച്വലി. പുറത്തുനിന്ന് നോക്കുന്നത് സ്ട്രഗിൾ ആണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഭയങ്കര പാഷനേറ്റ്ലി നിൽക്കുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ്. ഞാൻ ആ പ്രോസസ്സിൽ അങ്ങ് ഇന്നായി, നടക്കുമ്പോൾ നടക്കട്ടെ ഇതായി. അങ്ങനെ എനിക്ക് കോൾ വന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇപ്പം വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, ജസ്റ്റ് ഒരു ഇൻട്രോ. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നെ സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചു. അപ്പം ഞാൻ പെർഫോം ചെയ്യാൻ റെഡി ആയിട്ട് കച്ച കെട്ടിയാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും സാറുണ്ട്. സാറിനെ കണ്ടു, സാറ് സംസാരിച്ചു. ഞങ്ങൾ എൻ്റെ കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്, പഠിക്കുകയായിരുന്നു. ഞാൻ സമയത്ത് PG ചെയ്യായിരുന്നു, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ എനിക്ക് ജസ്റ്റ് സ്ക്രിപ്റ്റ് വെച്ച് തോന്നുന്നു, വായിച്ചു നോക്ക്. ഞാൻ വായിച്ചു നോക്കി. ഓക്കെ. അപ്പം മൂവിയിലുള്ള സെയിം ഡയലോഗ്, ഒന്നും ഒരു കുത്തുകോമയും പോലും മാറ്റമില്ല. വായിച്ചു നോക്കി. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞു, ഇത് കുറച്ച് ഇങ്ങനത്തെ സംഭവമാണ്, കുറച്ച് ട്വിസ്റ്റഡ് ആണ്, ഈ ക്യാരക്ടറും അങ്ങനെയാണ്. സാറ് ഇത്രയും എനിക്ക് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇവൻ കുറച്ച് ഉഡായിപ്പാണ് ഈ പോള്, പക്ഷെ ഇവനെ വിറ്റ കാശും കൊണ്ടാണ് ഇവളിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ കുറച്ച് ട്വിസ്റ്റഡ് ഡയലോഗ്സിലെല്ലാം കുറച്ച് ഇങ്ങനെ ഇതുള്ളത് കൊണ്ട് സാറ് പറഞ്ഞത് ചിലപ്പോൾ വൈറലാവും, ചിലപ്പോൾ നമുക്കറിയില്ല, ഓഡിയൻസ് എങ്ങനെ എടുക്കുന്ന നമുക്ക് അറിയത്തില്ല. എന്തായാലും ഓക്കെ ആണോ? സാർ ഞാനും ഓക്കെയാണ്, ഞാൻ പെർഫോം ഇല്ല, കുഴപ്പമില്ല, വായിച്ചു നോക്ക്, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം എന്നെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചില്ല, വിളിക്കാമെന്ന് പറഞ്ഞ് വിട്ടു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പം വിളിക്കുന്നത് കാരണം പെർഫോം ചെയ്യിപ്പിച്ചില്ലല്ലോ. ഞാൻ പിന്നെ എന്തില്ലാട്ടെ, നമ്മൾ എത്ര കണ്ടിരിക്കുന്നു നമുക്കെന്താ. പക്ഷെ സംവേർ എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു.
അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോൾ വന്നു സെലക്ടഡ് Oh my സാറ് God, വേഴ്സ് ലൈക്ക് ഞാൻ വന്നിരുന്ന് സംസാരിച്ചപ്പോഴേക്കും എൻ്റെ സാറിൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയലക്റ്റ്, കോട്ടയം ഡയലക്റ്റ് ആയിരിക്കണം, നമ്മളൊരു ആർട്ടിക്കുലേഷൻ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നാണ് സാറിൻ്റെ ബിഗ്ഗസ്റ്റ് കൺസേൺ. സാറിന് അറിയാം സാറിന് ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയാൽ സാർ അത് അഭിനയിപ്പിച്ചെടുക്കും, ഗ്രൂം ചെയ്യുന്നത് സാറിൻ്റെ കോൺഫിഡൻസ് ആണ്. അപ്പം സാറിന് ഇത്രയും ഈ ഡയലക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടണം, ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്ന ആ ഒരു അത്രയും നന്നായിട്ട് ആ ഒരു സംസാരിക്കുന്ന ഒരാളായിരിക്കണം എന്നായിരുന്നു. അത് സാറിനത് കൺവിൻസ് ആയി കാണണം. ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞു, അത് ചെയ്തു. അപ്പോഴും എനിക്ക് ഇങ്ങനെ ഒന്നാവുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് അതൊരു സീനാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നത്, സാറിൻ്റെ സിനിമ ആയതുകൊണ്ട് ഒരു സീൻ പോലും വെറുതെ പോകത്തില്ല. നമുക്ക് അല്ലാതെ സിനിമ സുഹൃത്തുക്കൾ പറഞ്ഞൊക്കെ നമുക്ക് അറിയാമല്ലോ, സാറിൻ്റെ സിനിമയിൽ അങ്ങനെ സീനുകൾ വെട്ടി പോകത്തില്ല. ഇപ്പം ഞാൻ 2 പടം ചെയ്തതിലും ഒരു ഷോട്ട് പോലും എൻ്റെ പോയിട്ടില്ല. അപ്പം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. എഗെയിൻ എനിക്ക് സാറും ഇപ്പം ദേവത്തൊക്കെ ഒരു ഇത് തോന്നുന്നു, ഒരു സീനേ ഉള്ളൂ, പക്ഷെ വെട്ടിപ്പോകുന്നു പേടിക്കരുത്. ആൻഡ് മോർ ഓവർ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണ്. ഹോൾ സിനിമയിൽ ഒരു എലവേഷൻ ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ആക്ച്വൽ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്ന ഒരു സീനാണ്. അപ്പോൾ എന്തായാലും ഇത് പോകത്തില്ല. അപ്പം ഐ വാസ് ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് ഇത് ഞാൻ എന്നെ ഈ മൂവിയിൽ കാസ്റ്റ് ചെയ്തു. ഷൂട്ട് ആൻഡ് ഐ തിങ്ക് ഒരു ഡിസംബറിലാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ കോവിഡ് ഇഷ്യൂസ് ഒക്കെ വന്നു, ഇത് കുറെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് അടുത്ത ഓഗസ്റ്റിലാണ് ഷൂട്ട് നടക്കുന്നത്. പിന്നെയുള്ള മാർച്ചിലാണ് റിലീസ് ആവുന്നത്. ഇത്രയും സമയം ഞാൻ ആരുടെ പറഞ്ഞില്ല ഈ സിനിമ ചെയ്ത കാര്യം. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എൻ്റെ വെരി ക്ലോസ് 2 സുഹൃത്തുക്കൾക്കും അല്ലാണ്ട്, നമുക്കത്ര സിനിമയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളുണ്ട്. പാരലലി ഞാൻ വേറെ ഓഡീഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആരുടെ പറഞ്ഞില്ല. എനിക്കൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഭംഗിയായി സൂക്ഷിച്ചൊരു രഹസ്യം, ഞാൻ അങ്ങനെ രഹസ്യം സൂക്ഷിക്കുന്ന ആളല്ല. ഞാൻ എല്ലാ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചത്, പക്ഷെ ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ടും ടോപ്പ് സീക്രട്ടായിട്ട് ഞാൻ സൂക്ഷിച്ചൊരു കാര്യമാണ്. ബിക്കോസ് മാർച്ച് 3-ാം തീയതിയാണ് സിനിമ റിലീസ് ആവുന്നത്. 2-ാം തീയതി തലേദിവസമാണ് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടത്, മൈ ഹോൾ 9 years ജേർണി ഫ്രം ആഫ്റ്റർ തീവ്രം ടു ടിൽ ഭീഷ്മ വരെയുള്ള ഒരു ജേർണി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്, അങ്ങനെ വലിയ ഇതല്ല, ബട്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടു. ഫോർ മീ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. കാരണം 9 വർഷം ഞാൻ ഒരു പടവും എനിക്ക് വന്നിട്ടില്ല. അപ്പം ചിലപ്പം ചില കുട്ടികൾ ക്വിറ്റ് ചെയ്യും, ഞാൻ ക്വിറ്റ് ചെയ്തില്ല. എന്നെ അതുപോലത്തെ ഒരുപാട് പേരുണ്ട് കേട്ടോ, ക്വിറ്റ് ചെയ്യാത്ത ഒരുപാട് പേര്. ഞാൻ ആ ക്വിറ്റ് ചെയ്യാത്ത വിഭാഗത്തിൽ ആണ് ഞാൻ വിശ്വസിച്ച ദിവസമാണ് ആ ദിവസം. അന്ന് ഞാൻ പോസ്റ്റ് ഇട്ടു. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടറും സിനിമയും ഭീഷ്മ തന്നെയാണ്. അത് സ്പെഷ്യൽ, അതിനെ ഞാൻ എപ്പോഴും വേറൊരു തട്ടിൽ മാറ്റി നിർത്തും. ആ ക്യാരക്ടറിന് does it have resemblance to Amala? പിന്നെ എക്സാക്ട് ഒരുപാടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ ഷെയ്ഡ്സ് ഉണ്ട് ആക്ച്വലി, ഡയലക്റ്റ്. പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ് ബേസിക്കലി, മിണ്ടാതിരിക്കുന്ന ആളല്ല, റിയാക്ട് ചെയ്യാത്ത ആളൊന്നും അല്ല. ഞാനിങ്ങനെ പെട്ട സംസാരിക്കുന്ന അങ്ങനത്തെ ആളാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എവിടേക്കൊക്കെയോ എക്സാക്ട് ഷെയ്ഡുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നെക്കാട്ടിലും ഇങ്ങനെ ചട്ടപ്പെട്ടാന്ന് സംസാരിച്ച് തറുതലയൊക്കെ പറഞ്ഞ് പരച്ച വരെ നിർത്തുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു സീന ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എവിടേക്കോ. അങ്ങനെ അതുപോലെയൊക്കെ സംസാരിക്കുന്ന പെൺപിള്ളേരെ ഞാൻ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, ആന്റിമാരെ കണ്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്, എനിക്കതിൻ്റെ ഷെയ്ഡ്സ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ് പറയാം, അതിപ്പോൾ അഭിനയിക്കേണ്ടി വന്നില്ലല്ലോ, നീ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എടീന്ന് വിളിച്ച എന്താടാ. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അത് ഹോൾ ആ ജേർണിക്ക് അവസാനം കിട്ടിയൊരു റിസൾട്ട് ഉണ്ടല്ലോ, അതിപ്പോഴും അതാണ് ലൈക്ക് ഇറ്റ് സ്റ്റേസ് വിത്ത് us still. So ഫോറെവർ ഞാൻ ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റയിലും അത് ഞാൻ പിൻ ചെയ്തിടാം, ഞാൻ മാറ്റില്ല ഒരിക്കലും. വെരി ക്ലോസ് ടു യുവർ ഹാർട്ട്. അതേപോലെ തന്നെയായിരുന്നു ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് ബോഗൻവില്ലയിലേക്ക് വന്നത്. സോ എന്താ പറയാ, കണ്ടിന്യൂസ്ലി ബാക്ക് ടു ബാക്ക് അമൽ നീരദ് മൂവീസ് ആണ് ചെയ്തത്. സോ ഹൗ ഡിഡ് യു കം ടു ബോഗൻവില്ല? ഇത് കഴിഞ്ഞിട്ട് ഡിഡ് യു സാർ വിളിച്ചത്? സാറിനെ വെച്ചാൽ സാറ് മൂവി ചെയ്യുമ്പം, സാറ് സ്ക്രിപ്റ്റ് എഴുതുമ്പം സാറ് തീരുമാനിച്ചു വെക്കും, നമുക്കൊരു വിളി വരും. നമ്മൾ ഇപ്പോൾ സാറുടെ വർക്ക് ചെയ്തവർക്ക് അറിയാം, വിളി വരിക എന്നാ പറയുന്നത്. നമ്മൾ ചാൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനല്ല സാറിന്റെ പ്രോസസ്. ലൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ എത്ര നമ്മൾ ഒരു കോണ്ടാക്ട് ഉണ്ടാകത്തില്ല, വിളിക്കാറോ മെസ്സേജ് ഒന്നും ഇല്ലായിരിക്കും, പക്ഷെ സാർ നല്ല ഓർമ്മ. സാർ കൃത്യമായിട്ട് ആ ആളിനെ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ എനിക്ക് ഇതുപോലെ കുറച്ച് ആൾ ഇൻ ബിറ്റ്വീൻ ഞാൻ വേറെ മൂവീസ് ചെയ്തിട്ടുണ്ട്. 12 ചെയ്തു, നെയ്മർ ചെയ്തു, ഈ ഗ്യാപ്പിൽ ചെയ്തതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം സാറിൻ്റെ ഈ കോള് വന്നു.
അതിലെനിക്ക് വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ക്യാരക്ടറിന്റെ പേര് അമല കുര്യൻ എന്നാണ്. അതെനിക്ക് അറിയില്ലായിരുന്നു. ബിക്കോസ് സാറ് വിളിക്കുന്ന സമയത്ത് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ഞാൻ കറക്റ്റ് തിരിച്ചെത്തുന്നത് ഷൂട്ടിന്റെ തലേദിവസം. നമ്മൾ ഇരിക്കാൻ ഇരുന്ന് എന്താണെന്ന് സംസാരിച്ച് ചോദിച്ചു ഇവിടെ ഉണ്ട്. സാർ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ 20th എത്തുള്ളൂ. വെരി ഗുഡ്, 21st ഷൂട്ട്. ഓക്കെ, ഞാൻ ലൊക്കേഷന് വന്നേക്കാം. അപ്പം ഞാൻ രാവിലെ അവിടെ ചെല്ലുമ്പം എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴാണ് എൻ്റെ പേര്, ഞാനപ്പം നീത്തു ഉണ്ട് AD വിളിച്ചത്, എന്തൊക്കെയാ ക്യാരക്ടറിന് നിന്റെ പേര് തന്നെയാണ്. ഞാൻ ഓക്കെ, ഞാനൊന്നും ചോദിച്ചൊന്നുമില്ല. സാറ് നമ്മളൊക്കെ തന്നു, ഓക്കെ ശരി. ഐ വാസ് സോ എക്സൈറ്റഡ്. അതും ഞാൻ അവരോട് പറഞ്ഞില്ല. ബിക്കോസ് ആ സിനിമയിൽ അഗെയിൻ ആ പേരിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചേച്ചി ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട്. അമല കുര്യൻ സ്ട്രെസ് ചെയ്ത് പറയുകയും കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അഗെയിൻ എനിക്കത് ലോട്ടറി ആയി. മൈ ഓൺ നെയിം, അത് അമല കുര്യൻ എന്റെ surname. So how was it working with him? ഇപ്പം കുറേയേറെ ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്തു. സോ എപ്പോഴും നമുക്കൊക്കെ അമൽ നീരദ് സാറിനെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. ഹൗ വാസ് ഇറ്റ് വർക്കിംഗ്? ആളുടെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് എങ്ങനെയാണ്? ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം? ഫസ്റ്റ് ഓഫ് ഓൾ ആസ് എൻ ആക്ടർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒരു ആക്ടർ നമ്മൾ പറയുന്നത് അഴിച്ച് വിടുന്നൊരു ആളാണ്. സാറിന് അറിയാം എവിടെ പിടിക്കണം, എവിടെ വലിക്കണം എന്ന് കറക്റ്റ് അറിയാം. നമ്മളിങ്ങനെ വിടും. നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എവിടം വരെ പോകട്ടെ എന്ന് നമുക്ക് ആ ഒരു ലിബേർട്ടി തരുന്നൊരു ഡയറക്ടറായിട്ടാണ് എനിക്ക് ഈ 2 സിനിമ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ അതിൽ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയ അതാണ്. വർക്കിംഗ് വിത്ത് അമൽ സാർ ഇസ് ലൈക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സംതിങ് വെരി ഗ്രേറ്റ്. ലൈക്ക് സാറ് ഭയങ്കര സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് റഷ് ചെയ്യാതെ സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും ഭയങ്കര ഹർബറി ഒന്ന് ഫീൽ ചെയ്ത് ഭയങ്കര കാമാണ് നമ്മൾ ഒരു സീനിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, അര സീൻ എടുക്കും, ഓക്കെ ഫൈൻ. സാർ അത്രയും ഓരോ ഇഞ്ചും മൈന്യൂട്ട് സെക്കൻഡും സാർ അത്രയും പ്രിസൈസ് ആണ്, അത്രയും റിലാക്സ്ഡ് ആയിട്ടേ എടുക്കുകയുള്ളൂ സാറ്. അത് തന്നെ ആർട്ടിസ്റ്റുകൾക്കും അത് തന്നെ കൊടുക്കും. ഭയങ്കര സമാധാനമായിട്ട് ഒരു വേറൊരു ആംബിയൻസ്. എനിക്കത് എങ്ങനെ പറഞ്ഞു തന്ന എത്രത്തോളം അത് ക്ലാരിറ്റി ഉണ്ടാവുന്ന അറിയത്തില്ല. പക്ഷെ അത് വേറൊരു വേറൊരു യൂണിവേഴ്സിറ്റിയാണത്. ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഭയങ്കര എന്താ പറയാ, എപ്പോഴും ഞാൻ വർക്കിംഗ് വിത്ത് ഹിം ലൈക്ക് ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സിലൊന്നാണ്. So ആളുടെ കൂടെ ഇപ്പോൾ ഫസ്റ്റ് മൂവിയിൽ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് were you nervous or did he, like you said he makes you feel very comfortable, എന്നാലും നമുക്കൊരു നെർവസ്, like we feel nervous no? നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. എല്ലാം കറക്റ്റ് ചിട്ടയുള്ളൊരു ലൊക്കേഷൻ ആയിരിക്കും അമൽ സാറിന്റെ സെറ്റ്. അവിടെ ഒരു കാര്യം പോലും മാറുക പാളുക ഒന്നുമില്ല. പെർഫെക്ഷന്റെ അങ്ങേയറ്റമാണ്. എനിക്ക് എൻ്റെ ചെറിയ എക്സ്പീരിയൻസിൽ സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അതിൽ വെച്ചിട്ട് ദാറ്റ് വാസ് അമേസിങ്. അവിടെ ഒന്നും എന്താ പറയുക ഡീറെയിലാകുന്ന പരിപാടി ഒന്നുമില്ല. എല്ലാം കറക്റ്റ് ആയിരിക്കും. എല്ലാം അത് സാറിന്റെ ക്യാപ്റ്റൻഷിപ്പ്. യൂഷ്വലി ഓൺ ദ ഷൂട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വി ഡു ഹാവ് ഇഷ്യൂസ് ഹിയർ ആൻഡ് ദേർ, ഇവിടെ പൊട്ടിത്തെറി whatever, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതാണ് സാറിന്റെ സ്കിൽ. ഇപ്പൊ നമ്മള് ഓൺ സ്ക്രീനിൽ കാണുന്ന മാത്രമല്ല, ഓഫ് സ്ക്രീനിൽ ഷൂട്ടിംഗ് ടൈമിലും അത് സാറിന്റെ വലിയ ഒരു കഴിവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സീൻ പോലും ഒരു ഷോട്ട് പോലും പോകത്തില്ല. ബിക്കോസ് സിനിമയിൽ വരേണ്ടുന്ന സംഭവങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടെടുത്തോളം വർക്ക് ചെയ്തെടുത്തോളം എനിക്ക് അത് അല്ലാതെ അറിയത്തില്ല. എൻ്റെ ഷൂട്ട് ചെയ്തതിൽ ഒരു ഷോട്ട് പോലും പോയിട്ടില്ല. അപ്പം മറ്റു ആർട്ടിസ്റ്റുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എടുക്കുന്ന ഓരോ ഷോട്ട് വരെ അതിലുണ്ടാവും. ബിക്കോസ് സിനിമയിൽ വരുന്ന ഇപ്പം 2 മണിക്കൂർ 2.5 മണിക്കൂർ കൃത്യം സാറിന്റെ തലയിലുണ്ട്. അത് മാത്രം സാർ ഷൂട്ട് ചെയ്യത്തുള്ളൂ. കറക്റ്റ് അതുപോലെ വരും. അത്രയും പ്രിസൈസ് ആണ്, അത്രയും. അതേപോലെ കൺസിക്യൂട്ടീവ്ലി 2 പ്രോജക്ട്സ് ചെയ്തത് വേറൊരു ഡയറക്ടറിന്റെ കൂടെ മിഥുൻ മാനുവൽ സാറിന്റെ ആയിരുന്നു. അപ്പൊ അണലിയും ആടും, ആടിന്നാണോ അണലിയിലേക്ക് പോയത് അതോ അണലിന്നാണോ ആടിലേക്ക് പോയത്? ആക്ച്വലി ആടിപ്പ് റിലീസായി, റിലീസാവുള്ളൂ. അണലിന്ന് പ്രൊമോഷൻ കിട്ടിയതാണ് ആടിലേക്ക്. സീരിയസ്ലി? അതെ അതെ. അണലി ഷൂട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ആട് വരുന്നത്. ആടില് സീൻസ് കുറച്ച് കട്ടായി. അത് കുറച്ച് ഒരു സീൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര ലോങ് സീൻ ആയിരുന്നു. അത് ലെങ്തി സീൻ ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ സീൻ ആയിരുന്നു അത്. എനിക്ക് ആ ലുക്കും മൊത്തത്തിലൊരു അച്ചയറും കാര്യങ്ങളും ആംബിയൻസ് ആ ഒരു സെഞ്ചുറി പരിപാടിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു അത്. പക്ഷെ എൻ്റെ എന്തോ സങ്കടം, എനിക്ക് ഭയങ്കര സങ്കടമായത്. പക്ഷെ സ്റ്റിൽ കുറച്ചുണ്ട് അത്. ആൻഡ് അത്രയും ഉള്ളതെങ്കിലും അഗെയിൻ
മിഥുൻ ചേട്ടൻ്റെ വർക്ക് ആയതുകൊണ്ട് ആ ചെറിയ പോർഷനിൽ പോലും ആട്ടിൽ ഒരുപാട് പേര് നോട്ടീസ് ചെയ്തു. ഭയങ്കര noticeable ആയിരുന്നു. അപ്പം അണലി ചെയ്തിട്ടാണ് ആടിലേക്ക് എത്തിയത്. ആട് 3 സെറ്റില് വർക്ക് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിലൊരു ചെറിയ ബാഹുബലി സെറ്റപ്പിലൊക്കെ പോയൊരു മൂടായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെയൊക്കെ സെറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു കുറച്ച് പീരിയോഡിക് ആയിട്ടുള്ള വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ എനിക്കത് കുറച്ച് ആക്ച്വലി ഭീഷ്മ കുറച്ചുകൂടി വേറൊരു ടൈം ഇതിൽ പറയുന്നതാണ്. 90s ആണെങ്കിൽ പോലും ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്, വേറെ പീരീഡ് ആണ്. അപ്പം എനിക്ക് അങ്ങനെ ചെന്നപ്പോഴേക്കും കൊള്ളാലോ, സെറ്റപ്പ് ഒക്കെ കൊള്ളാലോ. അത് പാലക്കാടായിരുന്നു. ഭയങ്കര നല്ല രസമാണ്. ഞാൻ അങ്ങനെയൊക്കെ ആദ്യം കാണുമായിരുന്നു. എനിക്കത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓൾറെഡി മിഞ്ചേന്റെ കൂടെ അണലി ഇത് ഇത്രയും അത് കുറെ മാസങ്ങൾ നമ്മൾ വർക്ക് വെബ് സീരീസ് ആണ്. 10 എപ്പിസോഡ്സ് ഉണ്ട്. അപ്പൊ കുറെ നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഓൾമോസ്റ്റ് മിഞ്ചേട്ടനുണ്ട് 1-2 ADs ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ആ ഒരു ടീമിലേക്ക് പോകുമ്പോൾ ആ ഒരു സൈഡ് ഞാൻ കംഫർട്ടബിൾ ആണ്. ആ ഒരു പുതിയ ഡയറക്ടറുടെ വർക്ക് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ആ സെറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വിജൃംഭിച്ചിരുന്നത് കൊണ്ട് ഞാൻ എന്താ പറയാ കടലാദ്യമായിട്ട് കൊച്ചുകുട്ടിയെ പോലത്തെ അവസ്ഥയായിരുന്നു എനിക്ക്. അവിടെ ചെന്നപ്പോഴേക്കും അപ്പം അജിച്ചേട്ടനെക്കാളും ആ കോസ്റ്റ്യൂമിലും അങ്ങനെ എല്ലാവരും കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എല്ലാം കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര പുതുമയായിരുന്നു. ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീൻ ഭയങ്കര രസമുള്ള സീനായിരുന്നു അത്. കുഴപ്പമില്ല, അത് ഇനിയിപ്പോ വരും. ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് അതും ഫ്രാഞ്ചൈസി ഇത്രയും വലിയൊരു ഹിറ്റ് ആണ്. അത് ഓൾറെഡി ഒരു ഹിറ്റ് സിനിമ ഇതിന്റെ ഫ്രാഞ്ചൈസ് ആണ്. അഗൈൻ നിഞ്ചൻ ഈസ് എ ഹിറ്റ് മേക്കർ, വലിയ പ്രൊഡക്ഷൻ. അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. So how was it different how was it different working with Midun Chetan for you? എനിക്ക് ഈ പറഞ്ഞ പോലെ മറ്റൊരു കംഫർട്ട് സോൺ ആണ് മിഥുൻ ചേട്ടൻ്റെ സെറ്റ്. ചേട്ടൻ്റെ അഗെയിൻ അവിടുത്തെ ഡിറക്ഷൻ ടീം ഭയങ്കര രസം. അതായത് അതിന് ഏറ്റവും വലിയ കാരണം എനിക്ക് തോന്നുന്നു, എനിക്ക് കൂടുതൽ വിശേഷം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ റിലീസ് ആവാത്തത് കൊണ്ട് എനിക്കത് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇതുവരെ ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ എല്ലാം കുറച്ച് സീൻസ് ആണ്. പക്ഷെ അണലി കുറച്ച് ഡിഫറെൻ്റ് ആണ് എനിക്ക്. അത് എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു മൊത്തത്തിൽ. അപ്പം ഞാൻ അതിന് എനിക്കൊന്നും ഞാൻ ആദ്യമായിട്ടുള്ള ഒരു വർക്ക് നെർവസ് ആയിട്ട് കുറച്ചെങ്കിലും എനിക്ക് അങ്ങനെ നെർവസ് ആവാനുള്ള ബോധമുള്ള ഒരാളല്ല ഞാൻ. ഇപ്പൊ ചോദിച്ചില്ല ഭീഷ്മയില് പോകും, എനിക്ക് അങ്ങനത്തെ ബുദ്ധി ഇല്ല എന്ന് തോന്നുന്നു. നമ്മൾ പേടിക്കണമെങ്കിലും കുറച്ച് ബുദ്ധി വേണം. എനിക്ക് അങ്ങനത്തെ നെർവസ്നെസ് ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. പറഞ്ഞാൽ ഞാനങ്ങ് പോയി ചെയ്യും. പക്ഷെ കുറച്ചെങ്കിലും ഞാനൊന്ന് ചിന്തിച്ചൊരു ക്യാരക്ടർ അണലി വന്നപ്പോഴായിരുന്നു. അത് വേറൊരു ഡെപ്തും വേറെ അതാണ്, വേറെ കുറച്ച് ഇന്റൻസിറ്റി വേറൊരു ഇതാണത്. ടെൻഷൻ ഉണ്ടായിരുന്നു ബിഫോർ യു സെഡ് യെസ് ടു ഇറ്റ്? എനിക്ക് ആ ഫിലിം മേക്കറിലുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. മിഥുൻ ചേട്ടന്റെ വർക്കിന്റെ ഭാഗമാകാം, മിഥുൻ മാനുവൽ തോമസ് വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റിൽ വരിക, അതും ഒരു വെബ് സീരീസ്, 10 എപ്പിസോഡുള്ളൊരു വലിയ വെബ് സീരീസിൽ ഭാഗമാകുക, ആ എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഡീഷൻ വിളിച്ച സമയത്ത് ഞാൻ ഇവിടെ ഇല്ല, ഞാൻ നാട്ടിലില്ല, ദുബൈയിലാണ്. അവിടുന്ന് ഞാൻ വിളിച്ചപ്പോൾ ഞാനില്ല. അപ്പോൾ എനിക്ക് അയ്യോ കയ്യിൽ നിന്ന് പോയി നല്ലൊരു പ്രോജക്റ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും പ്രിൻസ് ആയിരുന്നു കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനടുത്ത് വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു വീഡിയോ എടുത്തിട്ട് അയച്ചു തരാൻ പറ്റുമോ ചോദിച്ചു. ഓക്കെ, അത് അയക്കാം. അങ്ങനെ ഞാനവിടെ എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയുടെ കൂടെയാണ്. അവൾ ആർട്ട് ഫിലിം മേക്കറാ, അവളെ കൂടെ ഷൂട്ട് ചെയ്ത് വെച്ചു, ഞങ്ങൾ ഒരുമിച്ച് അവിടെ. അപ്പം അവൾക്ക് ഷൂട്ട് ചെയ്ത് തന്നു ഫുൾ സെറ്റ്. നമ്മൾ നല്ല കിട്ടലായിട്ട് ഷൂട്ട് ചെയ്തു. ആള് ഈ ജോലി അറിയുന്ന ആളല്ലേ. അവൾ നല്ല കിട്ടലായിട്ട് ഷൂട്ട് ചെയ്ത് തന്നു, എഡിറ്റ് ചെയ്ത് തന്നു. ഞാനത് അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് എൻ്റെ ഫസ്റ്റ് റൗണ്ട് ഓഡീഷൻ ഞാൻ ഓൺലൈൻ പാസ്സായിരിക്കുന്നു. ഞാൻ നാട്ടിൽ പിന്നെ വന്നിട്ടാണ്, പിന്നെ ഞാൻ നാട്ടിൽ വന്നു, അതിന് വേണ്ടിയിട്ട് വന്നു. സെക്കൻഡ് ഓഡീഷൻ സ്ക്രീൻ ടെസ്റ്റ്. അപ്പോഴത്തേക്ക് സ്ക്രീൻ ടെസ്റ്റ് ആയി. ഓപ്പൺ ഇതും ഓപ്പൺ ഓഡീഷൻസ് അല്ല. അവർ ഹാൻഡ് പിക്ക് ചെയ്യുന്ന പ്രിൻസ് വളരെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും എല്ലാം നോക്കി തലയിൽ എപ്പോഴൊക്കെയോ സൂക്ഷിച്ചവരും ഇതിന് വേണ്ടിയിട്ട് തെരഞ്ഞു പിടിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നു. സെക്കൻഡ് ഓഡീഷൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അടുത്ത് ആദ്യം ഞാൻ അന്ന് അവിടെ വെച്ചിട്ട് ആ മൊമെന്റിൽ വെച്ചിട്ട് എൻ്റെ ക്യാരക്ടർ ഒന്ന് മാറ്റി. ആദ്യം പറഞ്ഞിരുന്ന ക്യാരക്ടർ അല്ല ഇപ്പം ഞാൻ ചെയ്യാൻ പോകും, ഇതല്ല നീ ഇതൊന്ന് ചെയ്ത് നോക്കുന്നു. രണ്ടും ഞാൻ ഇതായി. കാരണം രണ്ടും ആ ക്യാരക്ടറും ഈ ക്യാരക്ടർ ആണെങ്കിലും രണ്ടും ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് കുറച്ച് അകലെയാണ്. ആസ് എൻ ആക്ടർ ഞാൻ അപ്കമിങ് ആണ്, എനിക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ കുറച്ച് ദൂരെയുള്ള പരിപാടിയാണ്. രണ്ടാമത്തെ ഈ ഒരു ഇന്റൻസിറ്റി കൂടുതലായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് അയ്യോ
ഞാനത് മുഖത്ത് കാണിച്ചില്ല, എന്തായാലും മനസ്സിലുണ്ടായിരുന്നു. ആൻഡ് മിൻചേട്ടൻ ആൻഡ് പ്രിൻസും രജി ചേട്ടനൊക്കെ ലൈക്ക് ഇല്ല നീ ചെയ്ത് നോക്ക് പറ്റും, കുഴപ്പമില്ല എനിക്ക് പറ്റും, ഞാൻ സ്വന്തമായിട്ടും പറ്റും കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നെങ്കിലും സെറ്റും കോ ആർട്ടിസ്റ്റിന്റെ കെമിസ്ട്രി അയ്യോ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്. That is what matters also. ബിക്കോസ് ഇത് സീരിയസ് ആണ്. നമ്മളൊരു 6 മാസം ഇതിനകത്ത് നമ്മൾ ലിറ്ററൽ ലോക്കാണ്. നമ്മൾ ആരും വേറെ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം അവൈലബിൾ ആയിട്ട്. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ നാട്ടിലായിരുന്നു ഷൂട്ട്, എനിക്ക് വീട്ടിൽ പോയി നിൽക്കായിരുന്നു. ഞാൻ എപ്പോഴും മറ്റേ എന്താ പറയാ വെളിപ്പുറത്തുണ്ട് ഞാൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നൊക്കെ ഷൂട്ട് വന്നാൽ ഞാൻ എപ്പോഴും അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു 6 മാസം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ വേറൊരു വർക്കിന് അങ്ങനെ ചെയ്തു. എല്ലാം എനിക്കൊരു കുറച്ച് ദിവസത്തെ ഷൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു 3 സീൻ 4 സീൻ 5 സീൻ അത്രയൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ദിസ് വാസ് സംതിങ് കുറച്ച് ഏറെ ഉണ്ടായിരുന്നു, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ആൻഡ് ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതലാണ്. ആൻഡ് പിന്നെ മേ ബി ഇത്രയും നാൾ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ഒരുപാട് സെറ്റ് ഓഫ് നല്ല മനുഷ്യരുള്ളൊരു സെറ്റായിരുന്നു. ലൈക്ക് ഡയറക്ഷൻ ടീമിലെ ആണെങ്കിലും ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, അപ്പം ലിയോണ, ജിബിൻ ചേട്ടൻ, പാറു, അങ്കിത, അങ്ങനെ ഭയങ്കര രസം. ഒരു ഫാമിലി ബോണ്ട് ഉണ്ടായ ഒരു വർക്ക് എനിക്ക് അനലിയാണ്. സ്റ്റിൽ ഇത്ര നാളായിട്ട്, ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് പോലും ഇത്ര കുറച്ച് നാളായി, സ്റ്റിൽ നമ്മൾക്ക് ആ സ്നേഹമുണ്ട്, ടച്ച് വുഡ്. ആ സ്നേഹം, ആ ഒരു ഫാമിലി ബോണ്ട് ഉണ്ട് ഇപ്പോഴും, നമ്മൾ ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പം ഭീഷ്മയുടെ കാര്യം പറഞ്ഞല്ലോ, അത് കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ട് ഞാൻ കാണുന്ന ഒരു വർക്കും ക്യാരക്ടറുമാണ് ഭീഷ്മയുടെ. സ്റ്റെഫീഡ് എന്ന് പറഞ്ഞാൽ അത് ഞാനുമായിട്ട് ഷെയ്ഡ്സ് ഉണ്ട്. ഐ ലവ് ദാറ്റ്. ലൈക്ക് അതുപോലുള്ള എനിക്കിനി അറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റുമോ, ആ ഏജ് മാറി ഒക്കെയാണ്. But this is something else. ഇത് വേറൊരു രീതിയിൽ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആണ്. So this is absolutely different from ഇത്രയും റോൾസ് ചെയ്തതിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള. അതെ, എനിക്കിപ്പോഴും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് മിഥുൻ ചേട്ടൻ്റെ അടുത്തും പ്രിൻസിന്റെ അടുത്തും ഒക്കെ. ബിക്കോസ് ആ കോൺഫിഡൻസ് അവർ കാണിച്ചു, അവരിത് കണ്ടു. എനിക്കതിലൊരു ഞാനത് കാണുന്നതിലോ വിശ്വസിക്കുന്നതിനോ മുൻപ് അവരാണ് അത് കണ്ടതും വിശ്വസിച്ചതും. അതിലാണ് ഞാൻ വിശ്വസിച്ചത്, സത്യം പറയാലോ. അവർ നമുക്ക് തരുന്ന ഇത് നീ ചെയ്ത് നോക്കി, ഈ ക്യാരക്ടർ നിനക്ക് ചെയ്യാൻ പറ്റും, അത് കുറച്ചുകൂടി വേറൊരു ഇന്റൻസിറ്റി ഗ്രാഫ് ഉണ്ട്, അതും നല്ലതാണ് ഇതും രണ്ടും. ഇവര് എന്നെ കാസ്റ്റ് ചെയ്ത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈക്വൽ ഡെപ്ത് ഉള്ളതാണ്, രണ്ട് രീതിയിലാണെന്ന് മാത്രം. അപ്പൊ ഇത് ചെയ്ത് നോക്കുന്നുണ്ട്. ഇറ്റ് വാസ് മൈ കോളേജ്. ലൈക്ക് ഞാൻ ചിന്തിച്ചു, ഓക്കെ ഫൈൻ, ഇതുവരെ ചെയ്ത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ എഗൈൻ ലക്ഷ്മിനെ വിളിച്ചു. ബിക്കോസ് നമ്മളോട് ഞാൻ ലക്ഷ്മി ഇതുവരെ കളിച്ച കളിയൊന്നും അല്ല, ഇത് കുറച്ച് സീരിയസ് ആണ്, എനിക്ക് ടെൻഷൻ ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാരക്ടർ കിട്ടിയിട്ട് ഞാൻ ടെൻഷൻ ആവുന്നത്. കുഴപ്പമില്ല, നീ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേ നിന്നെ കൊണ്ട് പറ്റും. അപ്പൊ ചെയ്യാം. പിന്നെ അവിടെ ഷൂട്ട് ടൈമില് നമുക്ക് ആ മീറ്റർ തരുന്നൊരു രീതിയുണ്ട്, എങ്ങനെ ചെയ്യണം, ഒരു കൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. അത് നമ്മളെ പ്രീസെറ്റ് ചെയ്യുന്നൊരു രീതി ഗംഭീരമാണ്. മിഥുൻ ചേട്ടനാണെങ്കിലും ഇപ്പം ചീഫാണ് നമ്മളുടെ, രജീഷ് ചേട്ടൻ, പ്രിൻസ് ഉണ്ടാവും. അപ്പം ഇവർ നമുക്ക് അത് നമ്മളെ സെറ്റ് ചെയ്തെടുക്കും. പിന്നെ കുറേ നമ്മൾ ആ ട്രാക്കിലായി. ആ ട്രാക്കിലാകുന്നതിന് ആക്ച്വലി എൻ്റെ കോ സ്റ്റാർസ് ലിയോണ, ജിബിൻ ചേട്ടൻ വലിയ പങ്കുണ്ട്. ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കൊരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ നമ്മളുണ്ട് എപ്പോഴും, നമ്മളുള്ളപ്പോഴൊക്കെ നമ്മൾ എത്തുന്നത് തന്നെയാണുള്ളത്. പാർവതി ഉണ്ട്, ആശ ചേച്ചി, ആശ, ശ്രീകാന്ത്, അങ്കിത, കുറച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കെമിസ്ട്രി റാപ്പോ വർക്കിലും ഓഫ് സ്ക്രീൻ ഓൺ സ്ക്രീൻ ആസ് വെൽ. അതെന്നെ എന്നെ എന്നല്ല, ഐ എം ഷുവർ എല്ലാ ആർട്ടിസ്റ്റിനെയും ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഫോർ ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടർ ആസ് യു സെഡ്, നമുക്ക് ഇത്തിരി ലൈക്ക് യു വർ നെർവസ്. അപ്പം അതിന് വേണ്ടിയിട്ട് വാസ് ദർ എനി എന്താ പറയാ പ്രിപ്പറേഷൻസ് ദാറ്റ് യു സ്പെസിഫിക്കലി ഡിഡ് ഫോർ ഇറ്റ്? അങ്ങനെ ഫിസിക്കലി കുറച്ച് വെയിറ്റ് കൂട്ടണം. അതിന് ഫസ്റ്റ് പറഞ്ഞ കാര്യം അതാണ്, വെയിറ്റ് കൂട്ടണം. 2 മാസം ഗ്യാപ്പ് വരും, വെയിറ്റ് കുറയ്ക്കണം. സോ ആദ്യം കൂട്ടണം. കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, റിലീസ് അതിന് ശേഷമാണ് എനിക്ക് പറയാൻ ഒരുപാട് വിശേഷം ഉണ്ടായിരുന്നു. എപ്പോഴാണ് നമ്മുടെ ഈ സിനിമ ഇപ്പം വെബ് സീരീസ് റിലീസ് ആവാൻ പോകുന്നത്? വെരി സൂൺ. അതിന്റെ ഫസ്റ്റ് പോസ്റ്റർ കണ്ടു, സൈനൈഡ്. ഇറ്റ് വാസ് എ ബിഗ് പക്ഷേ ഫസ്റ്റ് പോസ്റ്ററിൽ നമുക്ക് ഓൾറെഡി കഥ അറിയാം, കാര്യം അറിയാം. സൈനൈഡ് പോസ്റ്റർ അതാണ് നമുക്കുള്ള അപ്ഡേറ്റ്സ്, പറയാൻ പറ്റുന്ന അപ്ഡേറ്റ്സ്. നമുക്ക് അറിയാം, ആക്ച്വലി എനിക്കും അറിയത്തില്ല കേട്ടോ എന്ന് റിലീസ് ആവുന്നു, സത്യമായിട്ട് എനിക്ക് അറിയില്ല ഡേറ്റ്. ഞാനും ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ്. ഇതും ടോപ്പ് സീക്രട്ട് ആയി വെച്ചേക്കുവാണ് കേട്ടോ, അത് റിലീസ് ആവുന്നതിന് തൊട്ട് തലേദിവസമായിരിക്കും ചിലപ്പോൾ. അപ്പം വെയിറ്റ് കൂട്ടിയതാണ്
ട്രാൻസ്ഫോർമേഷൻ ശരിക്കും ബിക്കോസ് ഓൾറെഡി ഞാൻ ആ ടൈമിൽ ഇപ്പൊ ഇരിക്കുന്നേക്കാട്ടിലൊക്കെ കുറേ തിന്നായിട്ടിരിക്കുകയായിരുന്നു, നല്ല തിന്നായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു അറൗണ്ട് ഒത്തിരിയല്ല എന്നാലും 10-12 കിലോ ഞാൻ കൂട്ടും, അത്രയും ഇതായി. ബോഡി ട്രാൻസ്ഫോർമേഷൻ അല്ലാണ്ട് വാട്ട് എൽസ് വാസ് ദർ എനിത്തിങ് മോർ ദാറ്റ് യു ഡിഡ് പെർട്ടിക്കുലർലി ഫോർ ദിസ് ക്യാരക്ടർ? ആക്ച്വലി ചെയ്തു, എനിക്കത് ചെയ്യണമായിരുന്നു. കാരണം ഞാൻ അമലയായിട്ട് ഒരുപാട് ദൂരെയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഒരു ഷെയ്ഡ് ഓഫ് അമല പാടില്ല. അതായിരുന്നു എനിക്കുള്ള ചലഞ്ച്. അപ്പം എനിക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആക്ടർ ഒന്നും അല്ല, അപ്കമിങ് എന്താ പറയുക ന്യൂ കമർ ആണ്. അപ്പോൾ എനിക്ക് അത് കുറച്ച് ഞാൻ കോൺഷ്യസ്ലി ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു അത്. അമല വരാൻ പാടില്ല, അതായിരുന്നു എനിക്കുള്ളൊരു ചലഞ്ച് ആയിരുന്നു. ഇപ്പൊ പറഞ്ഞുള്ളൂ ദാറ്റ് യു ഡോണ്ട് ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ തിയേറ്റർ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം എപ്പോഴായിരുന്നു ഈ മൂവീസിലോട്ടുള്ള ചാഞ്ചാട്ടം തുടങ്ങിയത് ശരിക്കും? ഞാനൊരു 3 വയസ്സിലൊക്കെ ചാഞ്ചാടി. 3ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞു. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ആക്ച്വലി ഒരു ടെലിഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, മാളാരവിന്ദൻ സാറിന്റെ മോളായിട്ട്. അപ്പം അത് നമുക്ക് ആ പ്രായത്തിൽ നമ്മൾ അഭിനയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ചെറിയ പ്രായമല്ലേ. ഞാൻ പക്ഷെ സ്കൂളിൽ ഞാൻ 2nd സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കും, ഞാൻ പോയി തള്ളി പറയുമായിരുന്നു ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. പിള്ളേർ പറയും പുളു അടിക്കരുത് കേട്ടോ, നമ്മുടെ നാട്ടിൽ പുളു അടിക്കാന്ന് പറയും, കള്ളം പറയുന്നതാണ്, പുളു അടിക്കല് കേട്ടോ എന്നൊക്കെ പറയാനെടുത്ത്. എനിക്കത് ഭയങ്കര അഭിമാന പ്രശ്നമായി. അപ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടു. ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല, വീട്ടിൽ പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ ഓസ്കേഴ്സിന്റെ ഒക്കെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വരുമല്ലോ പണ്ടാണ്. യൂട്യൂബ് ഇതെന്താ പറയാ ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ലല്ലോ, പത്രത്തിൽ വരുന്നതാണ് നമ്മൾ ആകെ കാണാം. അപ്പം എനിക്ക് ഓസ്കർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ നോക്കിയപ്പോൾ സിനിമയുടെ ഒക്കെയാണ്, ഇംഗ്ലീഷ് സിനിമകളൊക്കെ. അപ്പം തലേദിവസം ഞാൻ ഈ നാണം കെട്ടിട്ടിരിക്കുകയാണ്, ക്ലാസ്സിൽ പുളു അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണ് പ്രൂവ് ചെയ്യാനും ഒന്നുമില്ല. ഞാനപ്പോൾ ഒരു കള്ളിയായിട്ട് നിൽക്കുക. അപ്പം എനിക്ക് ആകെ വരുന്ന വെച്ചാൽ ഇനി സിനിമയിൽ അങ്ങ് അഭിനയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ദിവസം എൻ്റെ ക്ലാസ്സിൽ ഒരു ടീച്ചർ ആബ്സെൻ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വേറൊരു ടീച്ചർ വന്നു. അപ്പം ഞങ്ങളുടെ സബ്ജക്ട്സ് ഒന്നും എടുക്കുന്ന ടീച്ചറൊന്നും അല്ല. അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് കുഞ്ഞു പിള്ളേരല്ലേ, അപ്പം അലമ്പുണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു എല്ലാവരും നടങ്ങിയിരുന്നേ ഒരു പേപ്പർ എടുത്ത് എല്ലാവരും. അപ്പോൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുത്ത് എന്തോ എഴുതാനാണ്. ഓക്കെ കുറച്ചേരം നന്നായിട്ട് ആലോചിച്ചിട്ട് ഓക്കെ വലുതാകുമ്പം എന്താണോ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് മതി, കാരണം സമയം പോകണമല്ലോ ടീച്ചർക്ക്, നന്നായിട്ട് ആലോചിച്ചിട്ട് മതി. ഞാനപ്പം ഓക്കെ ആലോചിച്ച് ഇന്നലെ എനിക്ക് ഒരു അഭിമാന പ്രശ്നം ഉണ്ടായി. ഇന്ന് ഞാൻ രാവിലെ ഓസ്കേഴ്സിൻ്റെ എന്തോ കണ്ടു, എന്തോ അവാർഡ്സിൻ്റെ എന്തോ ഞാൻ കണ്ടു, പത്രത്തിൽ കണ്ടു. അപ്പോൾ ആ ഒരു മെമ്മറിയിൽ ഞാൻ ജസ്റ്റ് എനിക്ക് ഫിലിം ആക്ട്രസ് ആവണം. അപ്പോൾ തൊട്ടപ്പുറത്ത് അതിൻ്റെ കുട്ടി അവൾ എന്താ എഴുതി, ഞാൻ പറഞ്ഞു കാണിക്കുന്നില്ല, ഞാൻ പൈലറ്റ് എന്ന് എഴുതിയത്, നീയോ ഞാൻ ഫിലിം സ്റ്റാർ എന്ന് എഴുതിയത്, നീയോ നിന്നെ സിനിമ എടുക്കാനോ. വീണ്ടും അഭിമാന പ്രശ്നം, എനിക്ക് ഡിപ്രഷനായി. ഇന്നലെ എന്നെ 2 പിള്ളേർ കളിയാക്കി, ഇന്ന് തൊട്ടപ്പുറത്തിരുന്ന കൊച്ചൻ്റെ കളിയാക്കി. എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് ഫാദർ സമയത്ത് ബോംബെയില, അന്നുമായിട്ട് പപ്പ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര വിഷമം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഇനി പറ്റില്ല എനിക്ക്, അതെ എൻ്റെ പ്രായം പോകും, ഞാൻ 3ാം ക്ലാസ്സിലായി, എൻ്റെ പ്രായം പോകുന്നു, ഞാൻ 3ാം ക്ലാസ്സിലായി, എനിക്ക് അഭിമാന പ്രശ്നമാണ്. അങ്ങനൊന്നും അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ ഞാൻ ഓൾറെഡി അന്നും എല്ലാ പിള്ളേരും ചെയ്യുന്ന തന്നെ സാരിയൊക്കെ ചുറ്റി കണ്ണാട മുമ്പിൽ TV നിൽക്കുമ്പോൾ ആ ഡയലോഗ്സ് ഒക്കെ തിരിച്ചു അങ്ങനെ തന്നെ പറയുന്നതൊക്കെ ചെയ്യും. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഒരു ADHD കുഞ്ഞാണ് ഞാൻ ശരിക്കും. അപ്പം ഞാൻ കുറച്ച് എന്താ പറയാ എനിക്ക് ആ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ ബാക്കി പിള്ളേരെക്കാളും ഞാൻ കുറച്ച് ഹൈപ്പർ ആയിരുന്നു. അപ്പൊ എൻ്റെ ഫാദറിന് അങ്ങനെ അത്ഭുതമൊന്നുമില്ല. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോഴും അവരാരും വലിയ മൈൻഡിനെ ചെയ്തില്ല. പക്ഷെ ഇത് ഞാൻ എൻ്റെ കൂടെ ഇത് വളർന്നോണ്ടേ ഞാനിത് എപ്പോഴും ഇതൊക്കെ പറഞ്ഞു തന്നെ പറഞ്ഞിരിക്കും, എന്താവാൻ വലുതാകുമ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം, ഞാൻ 8ാം ക്ലാസ് ആകുമ്പോൾ ഞാനൊരു 6th ഒക്കെ ആയപ്പോഴേക്കും പറയാണ് ഞാനൊരു 8th ഒക്കെ ആകുമ്പോൾ ഞാൻ എന്നെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വിടുവോ. കാവ്യമാധവൻ കാവ്യ ചേച്ചിയൊക്കെ 10th പഠിച്ചപ്പോഴൊക്കെ അല്ലേ അഭിനയിച്ചതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കും പോകണം. അപ്പോൾ പപ്പയ്ക്ക് മനസ്സിലായി ഞാൻ മോള് സീരിയസ് ആണ്. പപ്പ ഒരു കലാകാരനാണ്, സിനിമയൊക്കെ ഇഷ്ടമുള്ള പപ്പയുടെ നല്ല പ്രായത്തിൽ സിനിമയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല വീട്ടുകാരെ. പിന്നെ ഞാൻ സ്കൂളിലൊക്കെ ആണെങ്കിലും മോണോ ആക്ട്, മിമിക്രി, നാടകം തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് സ്കിറ്റൊക്കെ ചെയ്യിക്കും ജൂനിയേഴ്സിനെ കൊണ്ട് ചെയ്യുമ്പോൾ. ഞാൻ 7th 8th ആയപ്പോൾ എൻ്റെ 7th ജൂനിയേഴ്സിനെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
സോ സംവെയർ പപ്പയ്ക്ക് അത് മനസ്സിലായി എൻ്റെ പ്ലോട്ട് ഇതാണെന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് ഞാൻ ചാനലിൽ ആങ്കർ ആയിട്ട് കയറി. ആദ്യം നാട്ടിലൊരു ലോക്കൽ ചാനലിൽ കയറി. അതിനുശേഷം ഞാൻ സൂര്യ ഓഡീഷൻസ് ത്രൂ തന്നെ ഞാൻ കിരൺ TV വന്നു. അത് അങ്ങനെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ വിവൽ ആക്റ്റീവ് ഫോർ ബിഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ലാൽ ജോസ് സാർ അനൗൺസ് ചെയ്തൊരു ഹീറോയിൻ ഹണ്ട്, ആദ്യമായിട്ടാണ് ഒരു ഹീറോയിൻ ഹണ്ട് മലയാളത്തിൽ വരുന്നത്. അപ്പോൾ അറൗണ്ട് അവർക്ക് ഐ തിങ്ക് അന്ന് നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുക കൂടുതലും. സോഷ്യൽ മീഡിയ മറ്റേ വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. അവർക്ക് അറൗണ്ട് 4000 അത്രയൊക്കെ അന്ന് പോലും വന്നിരുന്നു. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി ഫസ്റ്റ് റൗണ്ട്. പക്ഷേ എന്നെ അവർ ഹോൾഡ് ചെയ്തു, കാരണം ഞാൻ മൈനറാണ്, ഏജ് ചെറുതാണ്. അവർക്ക് മിനിമം 16 or 17, ഞാനപ്പോൾ 16 ആകുന്നേ ഉള്ളൂ, 16 ആയില്ല ഞാൻ. ബട്ട് സ്റ്റിൽ അവനടുത്ത് പ്രകാശ് സാറായിരുന്നു അന്ന് സൂര്യ TV സാറായിരുന്നു ഓഡീഷൻ. സാർ പറഞ്ഞു മോള് അടിപൊളിയാണ്, പക്ഷെ ഏജിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. അപ്പം ഞാൻ വിഷമായി. ഞാൻ നന്നായിട്ട് ഓഡീഷനൊക്കെ ചെയ്തു, മോൾക്ക് നല്ല ഭാവിയുണ്ട് ആങ്കർ ആയിട്ടെന്നൊക്കെ പറഞ്ഞു. ബട്ട് അഗെയിൻ എനിക്ക് അടുത്ത റൗണ്ടിൽ ഇവർ തീരുമാനിച്ചു കുട്ടി 16 ആകുകയാണ്. അപ്പോൾ ഷോ നടക്കുന്ന സമയമാകുമ്പോഴേക്കും കുട്ടിക്ക് 16 ആകും. അപ്പോഴത്തേക്കും ഇവരെന്നെ വീണ്ടും എന്തോ ഭാഗ്യം എനിക്കത് വീണ്ടും കിട്ടി. സം വൈൽഡ് കാർഡ് എൻട്രി എനിക്ക് അറിഞ്ഞിട്ട് ഇപ്പോഴും അറിയത്തില്ല. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി, യംഗസ്റ്റ് കണ്ടസ്റ്റന്റ്. അതിനകത്ത് ബാക്കിയുള്ളവരെല്ലാവരും എന്നെക്കാളും അപ്പം എന്നെ പോലെ ചെറിയൊരു കൊച്ചുണ്ട് റിയ, അവള് കുറച്ച് പോത്താ എന്നെക്കാളും, ജസ്റ്റ് അവളും സ്കൂളിലാണ് ഞാനും സ്കൂളിലാണ്. അപ്പം ബാക്കി എല്ലാവരും വലിയ മുതിർന്ന കുട്ടികളാണ്. അപ്പോൾ ഞാൻ റിയാലിറ്റി ഷോസ് ആകെപ്പാടെ ഞാൻ ലൈഫിൽ കണ്ട റിയാലിറ്റി ഷോ എന്ന് വെച്ചാൽ ഐഡിയ സ്റ്റാർ സിംഗർ. നമുക്ക് വേറെ നമ്മൾ എവിടുന്ന് കാണും റിയാലിറ്റി ഷോസ്, എവിടുന്ന് കാണും, നമുക്ക് എങ്ങനെ അഭിനയം പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല, ഒരു മാസ്റ്റർ ക്ലാസ്സസും ഇല്ല. ഞാൻ സ്കൂളിൽ എന്തോ മോണാക്ട് മിമിക്രി കളിച്ചിട്ടുണ്ടെന്നല്ലാണ്ട്, അതും ഹൈസ്കൂൾ ഒക്കെ ആയപ്പോഴാണ്. അപ്പോൾ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാന്നായി. എന്തോ ഭാഗ്യം എനിക്ക് സ്കൂളിൽ നിന്ന് സപ്പോർട്ട് കിട്ടി. ഞാൻ എന്തോ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ എക്സാമിനാണ് കയറുന്നത്. ഞാൻ ബോർഡ് എക്സാമിനാണ് കയറുന്നത്. കുറച്ച് മാസങ്ങളുണ്ട് ട്രെയിൻ ചെയ്യണം, ഗ്രൂം ചെയ്ത്. അപ്പൊ എനിക്ക് ആകെ എന്തെങ്കിലും ഗ്രൂമിങ് കിട്ടിയിട്ടുള്ള ആ സമയത്ത് മുരളി സാറൊക്കെ ആയിരുന്നു, അജിത് മാഷ്, പിന്നെ നമ്മുടെ രാജേഷ് മാഷൊക്കെ ആയിരുന്നു നമ്മുടെ ട്രെയിനേഴ്സ്. അപ്പം അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് അവിടുന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ എന്നോ 3ാം ക്ലാസ് ഞാൻ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞാൻ വന്നപ്പോൾ ഏജ് ഇതായിരുന്നു. ഞാൻ വേറെ പിന്നീട് അവരെ ഒന്നും ഞാൻ കോണ്ടാക്ട് ഒന്നും പോയി കിട്ടാം. എനിക്ക് ഏജ് കാണാൻ എന്നെ വിളിച്ചില്ല. പിന്നീട് പക്ഷെ അവർ തന്നെ തീരുമാനിച്ച് എന്നെ വിളിച്ചു. കുഴപ്പമില്ല, കട്ട് ഓഫ് ഏജ് ആണ്, എന്തോ അവർക്ക് എന്തോ തോന്നി എന്നെ അവർ ഇന്നാക്കി. ഞാൻ അതിൽ വന്നു. എന്നെക്കാൾ മുതിർന്നവരും ലോകം കണ്ടവരും എന്നൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട്. ഞാനൊരു ചെറിയ സ്കൂൾ കുട്ടിയാണ്. പക്ഷെ ഞാൻ നിന്നു. പല റൗണ്ട്സിലും ഞാൻ ടോപ്പ് സ്കോററായി. അവിടെ തൊട്ട് ഞാൻ കട്ടക്ക് പിടിച്ചു. ഇനി പുറകോട്ടൊരു ചിന്തയില്ല, ഇനി ഒരു മടക്കയാത്രയില്ല. ആ ഒരു ഫയർ ഉണ്ട്. സ്റ്റിൽ ഞാനത് കീപ്പ് ചെയ്യുന്നു. സോ ഈവൻ അപ്പം സ്കൂൾ കഴിഞ്ഞ് വാട്ട് ഡിഡ് യു ഡു ആസ് യുവർ സ്റ്റഡീസ്? ഡിഡ് യു ചൂസ്, എന്താ പറയാ, നമ്മൾ സിനിമ ഫീൽഡിലത്തെ കാര്യമാണോ ചൂസ് ചെയ്തത്, അതോ യു ഡിഡ് സംതിങ് എൽസ്? സിനിമ ഓക്കെ, ഞാൻ എൻ്റെ ഡിഗ്രി സൈക്കോളജി ഒക്കെ ഞാൻ പഠിച്ചു ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്ക് സിനിമ തന്നെയായിരുന്നു മെയിൻ. ഞാൻ ആ സമയത്ത് എഗെയിൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഐ തിങ്ക് 12th വെച്ചിട്ടാണ് ഞാൻ തീവ്രം ചെയ്യുന്നത്. 11th 12th സമയത്താണ് ഞാൻ തീവ്രം ചെയ്യുന്നത്. ആഫ്റ്റർ ദിസ് റിയാലിറ്റി ഷോ കഴിഞ്ഞ ഒട്ടന്നെ എനിക്ക് തീവ്രത്തിൽ കിട്ടി. അപ്പം ഞാനുണ്ട് അതിൽ, റിയ ഉണ്ട്, ഞങ്ങളുടെ ഈ ഷോയിൽ നിന്ന് രണ്ടുപേരുണ്ട്. അപ്പം തീവ്രം ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ ഉറപ്പിച്ചു സിനിമയിലും കിട്ടിയല്ലോ. പക്ഷെ അവിടെ നിന്നൊന്നും തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ 9 വർഷം പിന്നീട് എടുത്തു. ആ ഗ്യാപ്പിൽ ഞാൻ അത്രയും ഓഡീഷൻസ് ട്രൈ ചെയ്തു. എൻ്റെ സ്റ്റഡീസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. സ്റ്റഡീസ് ഞാൻ വിട്ടില്ല. സ്റ്റഡീസ് ഞാൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചു. കാരണം നന്നായിട്ട് എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ നന്നായി പഠിച്ച് നല്ല മാർക്സ് വാങ്ങിച്ചാലേ എനിക്ക് പെട്ടെന്നൊരു പടം വന്ന് ലീവ് എടുക്കേണ്ടി വന്നാൽ എനിക്കിത് വെച്ച് ചെക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അത് വെച്ച് അതുകൊണ്ട് ഞാൻ എന്തായാലും UG ഒക്കെ പഠിച്ച് ആ സമയത്ത് സിനിമയൊന്നും വന്നില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് 2 തമിഴ് മൂവീസ് ചെയ്തു. തമിഴ് മൂവീസ് ചെയ്തു അല്ലേ? ഓക്കെ, തമിഴ് 2 മൂവീസ് ചെയ്തു. ഞാൻ ഈ ചാനൽ ആങ്കറിങ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഐ തിങ്ക് ഞാൻ ഏഷ്യനെറ്റ്, സൂര്യ, ഫ്ലവേഴ്സ് ഇതെല്ലാം ഞാൻ കണ്ടിന്യൂസ് ചെയ്തു. കൺസിസ്റ്റന്റ്ലി ഞാൻ ആങ്കറായിട്ട് തന്നെ നിന്നു.
അപ്പം കുറേ കൂടി നമുക്ക് ആക്ച്വലി ആങ്കറിങ് ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സംസാരത്തിലോ അല്ലെങ്കിൽ ആർട്ടിക്കുലേഷനിലൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത കാര്യമാണ്. നമുക്കൊരു ത്രോ ഉണ്ട് ആസ് എൻ ആക്ടർ, എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാനത് അങ്ങനെ തന്നെ ആ ട്രാക്ക് മാറ്റാതെ അതിൽ തന്നെ നിന്നു. സൺഡേ എനിക്ക് But it all turned out to be what you wished for. ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അതേപോലെ ലൈക്ക് വന്നപ്പോ തൊട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവം, യുവർ സാരി ഈസ് ലുക്കിംഗ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ, ലൈക്ക് ആൻഡ് ദ വേ യു സ്റ്റൈൽ ഇസ് ഓൾസോ നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ഓൺ ബ്രാൻഡ്. സീരിയസ്ലി? Tira. What does TIRRA? Okay, അതിന്റെ മീനിങ് ലൈക്ക് വാട്ട്സ് ദ Tira is like ഞാൻ അത് ഡിറൈവ് ചെയ്തത് തിര. ഓക്കെ. Waves yeah. ഫ്ലോ ചെയ്യുക, സാരി നമ്മുടെ ബോഡി ഫ്രീ ഫ്ലോയിങ്, അതൊന്ന്. പിന്നെ ഈ തിരമാല, വേവ്സ്, വീവ്സ് അങ്ങനെയാണല്ലോ. കറക്റ്റ്. സോ എനിക്ക് നമ്മൾ ആക്ച്വലി ഓക്കെ, ഇനി തിരയെ പറ്റി ഞാൻ അത് പറയേണ്ടി വരും. ഞാൻ കുറച്ച് നാളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡിൽ നിന്ന് ഒരു സ്വപ്നം കാണുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. ഒരു രസം, എന്തോ ഒരു കൗതുകം ഇതിനോട്, അത്രേ ഉള്ളൂ. അപ്പം കുറേ ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തു. ലാസ്റ്റ് ഇയർ ഞാൻ കുറേ എക്സിക്യൂട്ട് ചെയ്ത് ഓൾമോസ്റ്റ് എത്തിയിട്ട് അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. മുൻപ് ഞാൻ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇനി എന്തെങ്കിലും ആവട്ടെ, ഇനി എന്തെങ്കിലും നടക്കട്ടെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിട്ടു. ഞാൻ പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ആൻഡ് പെട്ടെന്ന് ഇതെനിക്ക് തിരിച്ചു വന്നു. ലൈക്ക് ത്രൂ വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട് മെറിൻ, ഡോക്ടർ മെറിൻ. അമൃതയിലെ ഡോക്ടറാണ്. ഞങ്ങളുടെ കൺവെർസേഷനിൽ സാധാരണ നമുക്ക് വാട്സപ്പ് ചാറ്റിൽ മാത്രം നിൽക്കുന്ന നമ്മളുടെ കുറച്ച് ഐഡിയാസും ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് അങ്ങ് പുറത്ത് കൊണ്ടുവന്നു. അതിപ്പം ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ പോലെ. ഓൺലൈൻ സ്റ്റോറാണ്, ഓഫ്ലൈൻ സ്റ്റോർ വരെയാണ്. അമേസിംഗ്. എവിടെയായിരിക്കും അത്? കാക്കനാട് തന്നെയാണ്. ഓക്കെ, കൊച്ചിയിൽ തന്നെ. കാക്കനാട്. നൈസ്. പെട്ടെന്നായിരുന്നു, എനിക്കും വളരെ പെട്ടെന്ന് സംഭവിച്ചാണത്. അതെ. സോ ഇപ്പം യൂഷ്വലി ഇറ്റ്സ് ലൈക്ക് എ സൈഡ് ഹസിൽ. ഇപ്പം എല്ലാ ആക്ടേഴ്സും ആക്ട്രസസും അല്ലാത്തവരും എവറിബഡി ഹാസ് എ സൈഡ് ഹസിൽ കൈൻഡ് ഓഫ് തിങ്. ഇതർ ഇറ്റ്സ് എ ക്ലോത്തിങ് ലൈൻ or jewelry or something. Is it അങ്ങനെ തുടങ്ങിയതാണോ or like just how you spoke? എൻ്റെ അമ്മ പണ്ട് കാലത്ത് ഭയങ്കര ഈ ഡിസൈനിങ്, ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുക, ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട് അമ്മ ഭയങ്കര കൺസേൺഡ് ആണ്. ആൾ ഇസ് വെരി സീരിയസ് അബൌട്ട്, ഇപ്പോഴും അതെ, എന്തിടണം, എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പം ഞാനിത് കണ്ട് കേട്ട് വളർന്ന കാരണം എനിക്ക് ആ ഒരു പാഷൻ ഉണ്ട്. ഈ ഒരു കുറച്ച് ലേശം കൗതുകം കൂടുതലാണ്. ആ കൗതുകമാണ് ആക്ച്വലി, വെറുതെ ഒരു സൈഡ് ബിസിനസ് അല്ല. ലൈക്ക് വി ആർ സീരിയസ് അബൌട്ട് ദിസ്. ആൻഡ് മോർ ഓവർ ഇതിനകത്ത് നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എൻ്റെ മെറിനും ഒരു സിസ്റ്റർഹുഡ് ഉണ്ട്. ഭയങ്കര ഞങ്ങൾക്ക് പ്രഷ്യസ് ആണിത്. ഞങ്ങളൊരു ബേബിനെ പോലെ, വെറുതെ ഒരു തമാശയല്ല. വി ആർ വെരി സീരിയസ് അബൌട്ട് ദിസ്. Okay. Touch wood, everything happens well, and there are a lot of outlets in the coming year. Hoping. Appo when you started, like ipo movie line aanengilum, now that you have you're starting with your store also, how was engane paraya family ide support engane aayirunnu for you since the start? എല്ലാ കാര്യത്തിലും എനിക്ക് ഇന്ന് വരെ എന്തോ മേ ബി അവർ സമ്മതിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പ്രസന്റ് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു കാര്യത്തിൽ ഒരു നോ കേൾക്കേണ്ടി വന്നിട്ടില്ല. സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ഈ തിറയുടെ കാര്യത്തിലാണെങ്കിലും ഒരു ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം അമ്മയൊക്കെ ഭയങ്കര, ഇപ്പം സ്റ്റോറിൽ ഓരോന്നൊക്കെ ലോഡൊക്കെ വരുമ്പോഴും അമ്മ ഭയങ്കര ബേബീനെ പോലെ കാണുന്ന, സൂക്ഷിച്ച് അങ്ങ് ഭയങ്കര അമ്മയുടെ ഒരു ക്രേസ്. ഞങ്ങൾ രണ്ടുപേരുടെ അമ്മമാരും ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ആത്മാർത്ഥത ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കും ഇതൊക്കെ ഭയങ്കര ഒരു പാഷനാണ്. ഞങ്ങളെക്കാൾ പാഷൻ ഞങ്ങൾ രണ്ടുപേരുടെ അമ്മമാർക്ക്, എൻ്റെ അമ്മമ്മയാലും ശരി, മെറിൻ്റെ മമ്മിയാലും ശരി. അപ്പം അവരും കൂടി ഇൻവോൾവ് ആണ് ഇതിനകത്ത്. അവരുടെയും കൂടി ഡ്രീം ഒരു പ്രോജക്റ്റ് ആണ്. അപ്പം സിസ്റ്റർഹുഡ് എല്ലാം ഉണ്ട്, ഒരു ലവ്, പാഷൻ, ഹാൻഡ് പിക്ഡ്. അങ്ങനെയാണ് നമ്മുടെ ടാഗ് ലൈനും അങ്ങനെ തന്നെയാണ്. ആണല്ലേ? വാട്ട്സ് ദ ടാഗ് ലൈൻ? ഇറ്റ്സ് സിസ്റ്റർഹുഡ്. സിസ്റ്റർഹുഡ്, സിസ്റ്റർഹുഡ്, ഹാൻഡ് പിക്ഡ് വിത്ത് ലവ്, പാഷൻ ആൻഡ് സിസ്റ്റർഹുഡ്. നൈസ്. അങ്ങനെ തന്നെയാണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ലൈഫിൽ വേറൊരു കാര്യം അടിച്ചത് ഈ തിറയുടെ കാര്യം കൂടെ വന്നപ്പോഴാണ്. ഞാൻ നേരത്തെ സിനിമയുടെ കാര്യം പറഞ്ഞല്ലേ, എന്ത് കാര്യങ്ങൾ ഞാനങ്ങ് വിടും. അത് നമ്മൾ പല ബുക്സിലൊക്കെ വായിക്കും. അപ്പം അപ്പോഴും നമ്മൾ ചിന്തിക്കില്ല, പക്ഷെ അറിയാണ്ട് ലൈഫിൽ ഇത് വർക്കൗട്ട് ആവും. എന്ത് തേങ്ങെങ്കിലും ആവട്ടെ, ഇനി എന്തെങ്കിലും സംഭവിക്കട്ടെ, ഇത് കറക്റ്റ്
എന്നൊരു സംഭവിക്കും എനിക്ക്. അപ്പം അങ്ങനെ സംഭവിച്ചപ്പം ഇപ്പൊ ടിറ ആ ഒരു പേരൊക്കെ ഇടുന്നതിന് മുമ്പ് ഐ വാസ് ലൈക്ക് ഓക്കെ ഇതെന്തായാലും ഇപ്പൊ മേ ബി ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ഞാൻ കുറച്ച് സീരിയസ് ആയി. അങ്ങനെ ഞാൻ പേര് വേണം തീരുമാനിച്ചു. വെറുതെ ഒരു പേരോ എന്റെ പേരോ ചുമ്മാ ഒരു റാൻഡം എനിക്കൊരു പേര് വേണ്ട, എന്തെങ്കിലും മീനിങ് ഫുൾ ആയിരിക്കണം, പേർപ്പസ് ഉണ്ടാവണം എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഓക്കെ ഇതൊന്ന് ആലോചിച്ച് ഓക്കെ വേവ്സ് കറക്റ്റ് പേര് വേണ്ട, എക്സാക്ട് ആ വേർഡ് വേണ്ട, തിരാന്നിടായിരുന്നു അത് തിര വേണ്ട, കുറച്ചും കൂടി ഒന്ന് ഡിഫറെന്റ് ഒരു കുറച്ച് ജെൻസിയൊക്കെ വേണമെങ്കിൽ ആവട്ടെ, എനിക്കറിയില്ല അങ്ങനെയാണോ എന്ന്, കുറച്ചൊരു ഡിഫറൻസ് കൊണ്ടുവരാം. പക്ഷെ ഒരു മീനിങ് ഫുൾ ആവണം, ആ ഒരു മീനിങ് ആ പേർപ്പസ് മീറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെയാണ് വ്യക്തികളുടെ കാര്യത്തിൽ. ഇപ്പം ഈ ചിറയിൽ ഇപ്പം ഞാൻ മെറിൻ്റെ കാര്യം പറഞ്ഞ പോലെ പേർപ്പസ് ഉള്ള ആൾക്കാരെയാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ ഒരു സിസ്റ്റർഹുഡ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇത് ഉണ്ടാവാൻ കാരണം ആ ഒരു പേർപ്പസ് മീറ്റ് ചെയ്തു. അപ്പം എനിക്കാണെങ്കിൽ പോലും പേഴ്സണലി പാഷൻ ഇല്ലാത്ത പേർപ്പസ് ഇല്ലാത്ത ആൾക്കാരെ മീറ്റ് ചെയ്താൽ മേ ബി ഞാൻ നിൽക്കില്ല. അങ്ങനത്തെ അത് തെറ്റാണെന്ന് അറിയില്ല പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും വ്യക്തികളെ മനസ്സിൽ വെക്കുന്നത് അവരുടെ ഒരു പാഷനും ഒരു പേർപ്പസും കണ്ടിട്ടായിരിക്കും. അതിനകത്ത് പോരായ്മകൾ ഒന്നുമല്ല. അപ്പം എൻ്റെ അമ്മ കഴിഞ്ഞ 14 വർഷമായിട്ട് ഷീസ് ഹാൻഡിക്യാപ്ഡ്, സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആണ്. പക്ഷെ ഹെർ ലവ് ഫോർ ഇത്തരം കാര്യങ്ങൾ, ഈ കാര്യങ്ങൾക്ക് ഇൻവോൾവ്, ഇപ്പം പരിമിതികളൊന്നുമില്ല. ഫിസിക്കലി പോലും വയ്യാത്ത ഒരാൾക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ട് ഇത്തരം ഈ കാര്യങ്ങളിൽ. അപ്പം പരിമിതികളൊന്നും നമുക്കില്ല. ഒരാളുടെ മനസ്സിലാണ് അയാൾക്ക് എന്താവണം അല്ലെങ്കിൽ എവിടെ എത്തണം ആ ഒരു പേർപ്പസ് ഉള്ളത്. സോ പേർപ്പസ് ഉള്ള ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ലൈഫ് അങ്ങനത്തെ അല്ലാത്ത ആൾക്കാർ, പേർപ്പസ് ഇല്ലാത്ത ആൾക്കാർ ഞാൻ കട്ട് ഓഫ് ചെയ്യും. ഒരു വിഷമാണ് ഞാൻ കട്ട് ഓഫ് ചെയ്യുന്ന ഒരാളാണ്. സോ അങ്ങനെ പേർപ്പസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഒരു സുഹൃത്ത് വന്നു ലൈഫിൽ. ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് എനിക്ക് പെട്ടെന്ന് തിര ഉണ്ടായത്. സോ എനിക്ക് അത്രയും പ്രഷ്യസ് ആണ് തിര. No, definitely. I think എല്ലാവരുടെ ലൈഫിൽ ഒരു പേർപ്പസ് ഉണ്ടാവുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. They have a drive. ഞാൻ അങ്ങനെ ചിന്തിക്കും. There are friends. എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളുണ്ട്. എന്തിനാണ് നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ചാവും, ഒരുപാട് ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞു എല്ലാവരും അങ്ങനെ ചാവുമ്പോൾ എന്തുകൊണ്ട് തിരിച്ച് ചിന്തിച്ചുകൂടാ? ലൈഫിൽ കുറച്ച് പേർപ്പസ്ഫുൾ ആയിട്ട് ലൈഫ് കൊണ്ടുപോയി എന്തെങ്കിലും ഒരു ഫോക്കസിൽ കൊണ്ടുപോയിട്ട് ചത്തു പൊക്കോ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്, ജനിച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അങ്ങനെ ഒരു സുഹൃത്ത് എനിക്ക് ഈക്വൽ റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ എൻ്റെ ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കുന്നത് ഇങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള പേർപ്പസ് ഉള്ള ആൾക്കാരാണ്. അതെ അതെ അതെ, ദാറ്റ്സ് നൈസ്. ദാറ്റ്സ് എ ബിറ്റ് ഓഫ് അമല ഫോർ യു ഗൈസ്. മേ ബി me as a psychologist. Absolutely. ആയിരുന്നല്ലോ മേ ബി ആ ഒരു അമല പെട്ടെന്ന് തലയെണീച്ച് വന്നതായിരിക്കാം. എത്ര കാലം പ്രാക്ടീസ് ചെയ്തു? വളരെ ചുരുക്കം മാത്രം ഞാൻ പ്രാക്ടീസ് ചെയ്തുള്ളൂ. ഞാൻ പി ജി ചെയ്യുന്ന സമയത്ത് ഭീഷ്മ ചെയ്യുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ആ ഒരു പീരീഡിൽ മാത്രം കുറച്ച് നാൾ മാത്രം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ if not an actress or let's say psychologist, what else would you do? എനിക്ക് അറിയത്തില്ല. ഇല്ല ഞാൻ ചിന്തിച്ചിട്ട്, ബിക്കോസ് ഞാനൊരു 3rd സ്റ്റാൻഡേർഡ് ഞാൻ സിനിമ ചിന്തിച്ചു. കാരണം എന്റെ കുഞ്ഞു ബ്രെയിൻ അത് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ വെറുതെ ഇരിക്കത്തില്ല, അടങ്ങിയിരിക്കത്തില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവണം. വെറുതെ ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം. ഇനി വാട്ട് ഈസ് യുവർ നെക്സ്റ്റ്? എന്താണ് ഇപ്പം പുതിയത് അപ്പാർട്ട് ഫ്രം അനലി? വേറെ ഏതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എന്താണ് സിനിമ? ഇപ്പം ഞാൻ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൽ ഡിനോയ് പൗലോസ്, അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പുതിയ മൂവി. ടൈറ്റിൽ ഇട്ടിട്ടില്ല ഇതുവരെ. ഈ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ടൈറ്റിൽ ഇട്ടിട്ടില്ല, അവിടെ എനിക്കറിയില്ല. ബട്ട് മമിതയാണ് സ്റ്റാർ. മമിത സംഗീത്. അപ്പം അതിലൊരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. അത് പാക്കപ്പ് ആവുന്നു. ഷൂട്ട് കഴിഞ്ഞു. ഐ തിങ്ക് ഈ ഡേയ്സിൽ അത് മൊത്തം കംപ്ലീറ്റ് ആകും. ഈ ഡേയ്സിൽ അത് തീരും. അപ്പോൾ അതിൻ്റെ വിശേഷം, അതും റിലീസ് സൂൺ ഉണ്ടാവും. അതും വളരെ രസമുള്ള സിനിമയും കഥാപാത്രവും ഭയങ്കര രസമാണ്. മമിതയുടെ കൂടെ നല്ല രസമാണ്. ഷീ സച്ച് എ നൈസ് പേഴ്സൺ. ഹൗ ലോങ് ഡിഡ് ദാറ്റ് ഗോ? അധികം ദിവസം നിന്നായിരുന്നു ആ ഷൂട്ട്? കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ അത് നല്ല സിനിമയാണ്, നല്ല കഥാപാത്രമാണ്. നല്ലൊരു സിനിമയുടെ ഭാഗമായി. ആൻഡ് ഫർദർ പ്ലാൻസ് എന്തൊക്കെയാണ് ലൈഫിൽ ഇനി? അപ്പാർട്ട് ഫ്രം മൂവീസ്, ഇസ് ദർ എനിത്തിങ് എൽസ് ദാറ്റ് യു ആർ പ്ലാനിങ് ടു ഡു? പറയാൻ ഒഫീഷ്യലി പറയാനായിട്ടുണ്ടോ? ചിന്തിക്കണ്ട. കല്യാണമായി മറ്റേ എൻഗേജ്ഡ് ആയി അങ്ങനല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞു, ഞാൻ റിങ് ഊരി വെച്ച കല്ലല്ല. സംതിങ് എൽസ് ആക്ച്വലി. പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ ഞാനും എൻ്റെ അടുത്ത സുഹൃത്തും ആക്ട്രസ് ഞങ്ങൾ വെറുതെ തീരുമാനിച്ചു ഇതിപ്പോ ബിസിനസ് തുടങ്ങിയ പോലെ വേറെന്തോ ആണെന്ന് തോന്നുന്നു. എന്താണ് സംഭവം? എൻട്രൻസ് എഴുതാം,
കേരള ലോ എൻട്രൻസ്. എൻട്രൻസ് എഴുതാം. അതെ, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അത് ഓക്കെ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ലോ എൻട്രൻസ് എഴുതാം, നമുക്ക് ലോ ഒക്കെ പഠിച്ച് നന്നായിരിക്കില്ലേ, അങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണല്ലോ, അതും എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടണ്ടേ. അതെ. അപ്പോൾ ഞങ്ങൾ വെറുതെ നോക്കിയപ്പോഴേക്കും എക്സാമിന് ഇനി 1 മാസവും കൂടെ ഉള്ളൂ. ലൈക്ക് ഞങ്ങളിത് ചിന്തിക്കുന്നത് ഐ തിങ്ക് ഏപ്രിൽ എൻഡ് മെയ് ഫസ്റ്റ് വീക്കാണ്, ജൂണിൽ എക്സാമാണ്. ഇവിടെ ഓരോ പിള്ളേരും 1 വർഷമൊക്കെ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടിരുന്ന് പഠിക്കണം. ഞങ്ങൾ അന്ന് തന്നെ ഒരു ഓൺലൈൻ കോച്ചിങ് സെൻറ്ററിൽ ക്രാഷ് കോഴ്സ് ചേർന്നു 1 മന്തിൻ്റെ. ഡെഡിക്കേറ്റഡ്ലി 1 മന്ത് 1 മന്തേ ഉള്ളൂ, വേറെ വഴിയില്ല. എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് 2 മാസം കഴിഞ്ഞ് എക്സാം എന്നൊക്കെ പറയണം. പക്ഷെ അല്ല, 1 മന്തേ ഉള്ളൂ. അതിൽ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഞാൻ ഹ്യൂമാനിറ്റീസ് ഒന്നുമല്ല, ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്, എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പം ആ ട്രാക്കിൽ കയറാൻ കുറച്ച് ദിവസം എടുത്തു. അപ്പോൾ എനിക്കൊരു ഹാർഡ്ലി 22 ഡേയ്സ് കിട്ടിക്കാണും പഠിക്കാൻ. ഞാൻ എന്തേലും തലയിൽ കയറി ഞാൻ പിന്നെ അതിൻ്റെ പുറകെ ഇരിക്കും, ഞാൻ എല്ലാം മാറ്റി വെച്ച് അതിലിരിക്കും. പക്ഷെ അത് പ്രിപ്പയർ ചെയ്തു, അവളും പ്രിപ്പയർ ചെയ്തു, ഞങ്ങൾ രണ്ടും എക്സാം അറ്റൻഡ് ചെയ്തു, റാങ്ക് വന്നു. പഠിക്കാൻ പോകണം. സീരിയസ്ലി? ഓ മൈ ഗോഡ്. അലോട്ട്മെന്റ് വെച്ചിട്ട് ഇപ്പം അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓ നൈസ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മൾ ഇനി ലോ പഠിക്കാൻ പോവാണ്. അത് എത്ര, ഒരു 4-5 വർഷം? 3 years. ഞാൻ ഓൾറെഡി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതുകൊണ്ട് 3 years. Interesting. അത് വൺസ് ഇന്നായി കഴിഞ്ഞപ്പോൾ നല്ല ത്രില്ല്, കൊള്ളാം അല്ലേ? ഇറ്റ്സ് ടോട്ടലി എ ഡിഫറെന്റ് വേൾഡ്. ഭയങ്കര രസമുണ്ട്. അപ്പം അടുത്ത പുതിയ ഇൻട്രസ്റ്റ് ആണ്, ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കോൺസ്റ്റന്റ്ലി ഡൂയിങ് സംതിങ്. എനിക്കത് എന്തെങ്കിലും ഇങ്ങനെ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക, പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ട്രൈ ചെയ്യുക. ചിലപ്പോൾ പറ്റത്തില്ല, ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ ഇച്ചിരി പറ്റുള്ളൂ, ചിലപ്പോൾ നന്നായിട്ട് നമുക്ക് പറ്റുന്നിരിക്കും. ആ വേർഷൻസ് ഓഫ് നമ്മളെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സമയമൊക്കെ ഉണ്ട്, സമയമൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്താ പറയാ, വാട്ട് വുഡ് യു സേ ടു യുവർ യംഗർ സെൽഫ്? ഇത് തന്നെ ഈ ഇന്റർവ്യൂ എടുത്ത് കാണിച്ചു കൊടുക്കും. അതെ, അത്യാവശ്യം കുറച്ച് മേ ബി ഉണ്ടാവുക ഇതിനകത്ത്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണ്, നിസ്സാര കാര്യങ്ങളാ. എന്താ പറയാ, മല മറിച്ച കാര്യമൊന്നും അല്ലല്ലോ ഇത്. വളരെ നിസ്സാരമായിട്ട് നമ്മൾ പഠിച്ച് എക്സാം എഴുതാൻ, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പഠിക്കുക. എഡ്യൂക്കേഷൻ ഭയങ്കര പവർഫുള്ളാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം എനിക്ക് സിബ്ലിങ്സ് ഇല്ല, എൻ്റെ പാരൻസ് പ്രായമായി വരുവാണ്. എന്നെ സംബന്ധിച്ച് നമുക്ക് എല്ലാം വേണം. അപ്പം എനിക്കൊരു സൈഡിൽ എൻ്റെ പാഷനുണ്ട്, ഇപ്പുറത്തെ ഞാൻ ബിസിനസ് ഉണ്ട്, സിനിമ ഞാൻ വേറൊരു ഇതിലാണ് കാണുന്നത്, അതിൽ കുറച്ച് ഭയങ്കര ഡിവൈനായിട്ട് നല്ലത് വരുമ്പോൾ അങ്ങനെയാണ്. ഇപ്പുറത്തെ ഞാൻ ബിസിനസ്സിലേക്ക് വെച്ചു. എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പൊതുവേ. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ ഒരു ആർട്ടായിട്ട് ഞാൻ കാണുക. അത് എന്നെ കൊണ്ട് എത്രത്തോളം പറ്റുമെന്ന് കണ്ടറിയണം കോശി. But I'll try my best. But you definitely will succeed. Anyway, it's basically an art, as you said. Specifically, you are an artist on top of that. So I think അതങ്ങനെ it will work that way. എനിക്ക് ആരും കേട്ടാൽ എന്തെങ്കിലും പറയുന്നു. ഞങ്ങളിങ്ങനെ, ഞാനും ജിൻസി ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പ് ചെയ്തത്. അവളും ആർട്ടിസ്റ്റാണ്. ആളെനിക്ക് പണ്ട് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കലോത്സവത്തിന് ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്തതാണ്. ആളും അണലിയിലുണ്ട്, ആളും കറങ്ങി തിരിഞ്ഞ് ഓഡീഷൻ ത്രൂ അണലിയിൽ അഭിനയിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും, ഞങ്ങൾക്ക് ഇതിനകത്തൊരു കോളേജിലൊക്കെ ചേർന്നാൽ നമുക്ക് പണ്ടത്തെ പോലെ കലോത്സവത്തിനൊക്കെ പോകാമല്ലേ. ബാക്ക് ടു ദാറ്റ്. നമുക്കിങ്ങനെ നമ്മളെന്നാ കോളേജൊക്കെ ആയിട്ട് ഇപ്പം എത്ര വർഷമായില്ലേ, അതൊന്നും നമുക്കില്ല. നമുക്ക് കലോത്സവത്തിനൊക്കെ പോകാം, നമുക്ക് പഠിക്കണമല്ലേ. അപ്പം എഗെയിൻ ഞാൻ ലൈഫിൽ കണ്ടുമുട്ടിയ ഭയങ്കര പേർപ്പസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ടൊക്കെയാ ഇതൊക്കെ ഞാൻ ചെയ്തത്. എനിക്ക് ആരൊക്കെയോ വന്നു ലൈഫിൽ, ഒറ്റയ്ക്ക് ഇറങ്ങി ചെയ്തതല്ല. എനിക്ക് ആഗ്രഹമുണ്ട്, അതുപോലുള്ള ആഗ്രഹമുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടി പല പല കാര്യങ്ങളിൽ. സിനിമയിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, ബിസിനസ്സിലാണെങ്കിലും ഈ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും. നമ്മളുടെ ഒരു ഡെസ്റ്റിനി ആണോ, ആഗ്രഹമാണോ, പാഷനാണോ, നമ്മളത് മീറ്റ് ചെയ്യും. മേ ബി പേഴ്സണൽ ലൈഫിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. ഐ ഡോണ്ട് നോ, ഇപ്പം 1 മാസത്തിൽ നിങ്ങൾ പഠിച്ച് what do you call, you cleared the entrance, റാങ്ക് ഒക്കെ വന്നു. ഐ തിങ്ക് ഭയങ്കര അല്ല ആക്ച്വലി. ഐ തിങ്ക് എൻട്രൻസ് ഒക്കെ ക്ലിയർ. എനിക്ക് ആക്ച്വലി എക്സാം കഴിഞ്ഞിട്ടാണ് എക്സാമിന്റെ ഒരു എന്താണ് ഈ പരിപാടി മനസ്സിലായത്. സോ ഞാൻ കുറച്ച് കോമൺ സെൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ അതിനകത്ത്. അങ്ങനെ ഒരു ബുദ്ധിജീവി ഒന്നും അല്ല ഞാൻ.
ഭയങ്കര പഠിപ്പിയൊന്നുമില്ല. എനിക്ക് ഡിസ്റ്റിങ്ഷൻ എബോവ് അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ കോളേജ് അല്ലെങ്കിൽ സ്കൂളിലെല്ലാം, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാം 99% വാങ്ങിച്ചിട്ടൊന്നും ആൾ, ഞാനൊരു 85 to 90 ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളായിരുന്നു. 10th മാത്രം 93, ബാക്കിയുള്ള ഒരു 85 to 90. മാത്രം 93. അത് SSLC ഒക്കെ ആർക്കും അങ്ങനെയൊക്കെ അത്യാവശ്യമൊക്കെ ഇരിക്കുന്ന ആർക്ക് കിട്ടും. ബാക്കി കോളേജിലൊക്കെ ഒരു 85, 86, 90 അങ്ങനെ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത ഒരാളാണ്. ഭയങ്കര ബുജി, പഠിത്തം മാത്രമാണ് ജീവിതം, അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ പഠിത്തം ജീവിതത്തിൽ വേണമെന്ന് ഞാൻ പേഴ്സണലി പറയും. പക്ഷെ ഇതൊന്നും അല്ലാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ നമുക്കറിയത്തില്ല എന്താണ്. ചില ആൾക്കാർക്ക്, ചിലർക്ക് ചിലത് ശരിയാവും, ചിലർക്ക് അത് ശരിയാവത്തില്ല. നമുക്ക് ഇഷ്ടം, നമുക്ക് തോന്നും, ഉള്ളിലൊരു കോളിംഗ് ഉണ്ടാവും. ആ കോളിങ്ങിനെ പുറകെ പോകും. ഇപ്പം എനിക്കറിയുന്ന എത്രയോ സുഹൃത്തുക്കളിൽ വലിയ എന്താ പറയുക ഡിഗ്രീസ് ഒന്നും അല്ലാതെ തന്നെ ബിസിനസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെയും ഞാൻ കണ്ടെത്തിയൊരു കാര്യം, അവർക്ക് ലൈഫിൽ ഭയങ്കര പേർപ്പസ് ഉണ്ടായിരുന്നു. അതെ, അവരുടെ ഒരു സോൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ ഇൻ സെർച്ച് ഓഫ് ദാറ്റ് പേർപ്പസ് ആയിരുന്നു. സോ ഇൻ ഷോർട്ട്, ഞാൻ കമ്മിങ് ടു ദ പോയിന്റ് അഗെയിൻ, ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് എഡ്യൂക്കേഷൻ, ഫൈൻഡിങ് ദ പേർപ്പസ് of your life. Very true. It was so meaningful talk today. Like felt like a absolutely, podcast, yeah, absolutely enjoyed it. Yeah, it was great talking to you. ഇനിയിപ്പം let's see, നമ്മുടെ അണലിയൊക്കെ റിലീസ് ആയി കഴിഞ്ഞിട്ട് we'll decide, we'll be seeing you in a very different facet of. As an actor ഞാൻ കുറച്ച് കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ആണ്. Hoping everything goes well and may you succeed with more projects in your cap with a lot of feathers, and hoping all the best for you. Thank you so much.